നമസ്കാരം, നിലാവാണ്. ഇന്ന് പാലക്കാട് ജില്ലയിലാണുള്ളത്. 13 ദിവസം അല്ലെങ്കിൽ 14 ദിവസം മുമ്പ് രാത്രി എനിക്കൊരു കോൾ വന്നു. ഒരു ഡോഗ് കെണിയിൽ പെട്ടെടുക്കുന്നെന്ന് അറിഞ്ഞിട്ട്. അപ്പോൾ ഈ പാലക്കാടിൻ്റെ മേഖലയിലൊക്കെ ഈ പന്നിക്ക് വെക്കാനുള്ള കെണി വെക്കും വരും, കാട്ടുപന്നിക്ക് വെക്കാല്ലേ. അതിൻ്റെ കേബിളിൽ കുടുങ്ങിയിട്ട് ഒരു നായ കിടക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ അതിനോട് അഴിച്ചു വിട്ടൂടെ എന്ന് ചോദിച്ചപ്പോൾ കാട്ടുനായാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ ഈ കൊള്ളുവരയെന്ന് പറഞ്ഞൊരു വിഭാഗം നായുണ്ട്, നമ്മളെ ബ്രിൻഡൽ കളറിലെ. അത് സാധാരണ നടന്ന അതിനേക്കായി സൈസും ഉണ്ടാവും. അങ്ങനെ ഒത്തിരി ഹെൽത്തി ആയ ഡോഗാണ്. ആ ഡോഗാണ് അക്രമകാരിയാണ്, പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരുവിധം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് നമ്മൾ സുഖമില്ലാത്ത ജീവികളെ എടുത്ത് കൊടുത്തിട്ട് വീടിൻ്റെ ചുറ്റുഭാഗം ജീവികളായിട്ട് ജീവിതം തന്നെ ഏകദേശം അതിന് ചുറ്റിപ്പറ്റിയാണ്. ഒരു 10-12 മണിക്കൂർ എന്ന് പറയുമ്പോൾ ജോലി നല്ല ഒരാളാണ് ഞാൻ. കൂടുതൽ വീട്ടിലേക്ക് എടുത്തുകൊണ്ടിരുന്ന പരിപാടികൾക്കൊന്നും ഇപ്പോൾ തീരെ നിൽക്കാറില്ല. പരമാവധി പുറത്ത് പോയിട്ട് ചെയ്യാവുന്ന എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളിൽ പിന്നിലേക്ക് വെക്കലില്ല. എത്ര ചിലവായാലും എത്ര സമയം എടുത്താലും എത്ര ഉറങ്ങിയില്ലെങ്കിലും പരമാവധി അത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാറുണ്ട്. അങ്ങനെ വന്ന് ഏകദേശം പെരുമ്പിലാവുണ്ട് വിട്ടപ്പോൾ പിന്നെ എനിക്ക് പരിചയമുള്ള ഏരിയ അല്ല. അങ്ങനെ അവർ പറഞ്ഞ ലൊക്കേഷൻ അനുസരിച്ച് ഇങ്ങനെ വന്ന് വയലൻ്റ് ആയി ലക്ഷം കൊടുത്ത് ആളെ ബോധം കെടുത്തിയിട്ട് മെല്ലെ കട്ട് ചെയ്തെടുത്ത് കേബിളൊക്കെ കാലൊക്കെ ഒഴിവാക്കി. അപ്പോൾ ചെറിയ ചെറിയ മുറിയുണ്ട്, അതിനൊരു ഡബിൾ ഡോസ് ആൻറ്റിബയോട്ടിക്കും കൊടുത്തു, ടോപ്പിക്കറൊക്കെ അടിച്ച് സെറ്റാക്കിയതിന് ശേഷം പിന്നെ അങ്ങനെ ഇട്ട് പോരാനും നമുക്ക് പറ്റില്ല. കാരണം ഇത് മനുഷ്യന്മാരായിട്ട് പറ്റുള്ളതല്ലോ. ഇത് ശരിക്കണ്ട് ബോധം വന്നതിന് ശേഷം അതിന് അപകടം പറ്റാത്ത വല്ല കള്ളുടിച്ചറമാരി ആടി പോയി വല്ല കുഴിയിൽ അങ്ങനെ വീണാലും പ്രശ്നങ്ങൾ. അത് കാട്ട് മേഖലയാണ്, മതിൽമറ കെട്ടാത്ത കിണറുകൾ ഒരുപാടുള്ള സ്ഥലമാണ് പറമ്പിൽ. ആരോഗ്യപരമായിട്ട് അതിന് എണീറ്റ് പോകുന്നത് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ഞാനിങ്ങനെ നടന്ന് പല ഭാഗത്ത് കഴിഞ്ഞപ്പോൾ പലരായിട്ട് അവിടെ വെച്ചിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ സാഹചര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു, വീട്ടിലിങ്ങനെ 10-35 കൂടിയിരിക്കണം, അഡോപ്ഷനൊന്നും കുറച്ചിങ്ങനെ പോകുന്നില്ല, പല അസുഖങ്ങളും കയ്യിലുള്ളവരും കാലില്ലാത്തവരും കണ്ണില്ലാത്തവരൊക്കെയാണ് ജീവിതം. ഞാൻ അപ്പോൾ എൻ്റെ ആ കാര്യങ്ങൾ മനസ്സിലായപ്പോൾ അവിടെ ഒക്കെ ഒന്ന് 1-2 പറഞ്ഞു, നിങ്ങൾക്ക് പറ്റിയ മാരത്തൊരു സ്ഥലമുണ്ട് ഇവിടെ പരിസരത്തെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഇവിടെ നടക്കണ ദൂരമുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതവിടെ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഡോഗിനെ അവിടെ ഇട്ടിയാൽ മെല്ലെ ഇങ്ങോട്ട് നടന്നു. അങ്ങനെ ഒരു ഏകദേശം ഒരു കുറച്ചുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ ഒരു 600 കിലോമീറ്ററിന് മേലെ നടന്നിരിക്കുന്നത്, 600 മീറ്ററിന് മേലെ നടന്നിരിക്കുന്നത്. നടന്ന് ഒരു പാടം ഭാഗത്തേക്ക് വന്നതിന് ശേഷം ഞാനൊരു വീട് കണ്ടു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചത് അതുപോലുള്ളൊരു വീടും സ്ഥലം. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതിനനുബന്ധമായിട്ട് ഇതിൻ്റെ പരിസരത്ത് ചില ദുരന്തങ്ങളൊക്കെ നടന്നത്. ഞാനിപ്പോൾ ഏതായാലും വിശദീകരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്താണെന്നറിയില്ല, കച്ചവടം നടന്നിട്ടില്ല, 2-3 കൈമാറിയിട്ട് പിന്നെ അതങ്ങനെ ആരും താമസിക്കാണ്ട് കിടക്കണം. എന്തായാലും ആഗ്രഹിച്ച പോലെ സ്ഥലം. അപ്പോൾ പറഞ്ഞു ഓണറെ കണ്ട് സന്തോഷമായിട്ട് വില എത്ര വരിക എന്നുള്ളതൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഉമ്മ മരിച്ചു ഇവിടുന്ന് പോയതിനു ശേഷം. ഇപ്പോൾ 8 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് അതിൻ്റെ കൂടെ പിന്നാലെ വല്ലാണ്ട് നിൽക്കാൻ പറ്റിയില്ല. പറമ്പും കാര്യം നോക്കി നടക്കലല്ലേ, നമുക്ക് വീട്ടിൽ കുറേ തീർക്കേണ്ട കാര്യങ്ങളില്ലേ. അങ്ങനെ അതൊക്കെ ഇന്നലത്തോടെ ഒരു ഇത് അവസാനിച്ചത്. അങ്ങനെ പിന്നെ ഇന്ന് പെട്ടെന്ന് രാവിലെ ഇന്നലെ രാത്രിയെ തോന്നിയിരുന്നു ഇതിൻ്റെ പിന്നാലെ ഒന്ന് പോയി നോക്കണം. നേരെ അങ്ങോട്ട് പുറപ്പെട്ടു ഒരു ഐഡിയ വെച്ചിട്ട്. ലൊക്കേഷൻ എത്തിയതിൻ്റെ ശേഷം വീഡിയോ ചിത്രീകരിക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും ലൊക്കേഷൻ എത്തി, ആ നിലക്ക് വീഡിയോയിൽ പറഞ്ഞു തുടങ്ങിയതാണ്. ഏതായാലും ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽ ഞാനിത് എന്തെങ്കിലും രൂപമായിട്ട് അഡ്വാൻസ് ആയതിൻ്റെ ശേഷം ഞാനത് പോസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇത് ചിത്രീകരിച്ചല്ലോ എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ സാഹചര്യം എൻ്റെ ഉണ്ടെങ്കിലോ സ്ഥലം കണ്ടാൽ മാത്രം പോരല്ലോ, നമുക്ക് നമ്മളെ ഉദ്ദേശിച്ച വിലയിൽ കിട്ടണം. നമ്മളുടെ വിൽക്കുന്ന ആൾക്കാർ നല്ല നമുക്ക് ഇരുന്നാൽ സംസാരിക്കാൻ ഒരു ടെൻഡൻസി വരണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊരു മാന്യമായ പാർട്ടി ആയിരിക്കണ്ടേ. ഒരുപാട് ഘടകങ്ങൾ ഒത്തു വന്നെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിലാവുള്ളൂ. അപ്പോൾ ഏതാണെങ്കിലും ഇതൊന്ന് നോക്കിയേക്കാം എന്നൊരു തോന്നലിൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെ പുറപ്പെട്ടതാണ്. ഏതാണെങ്കിലും വന്ന് ഈ സമയം വരെ ഏകദേശമൊക്കെ ഓക്കെയാണ്. നമ്മളെ ഇഷ്ടത്തിന് എല്ലാ നിലക്കുണ്ട്, കുഴപ്പമില്ലാത്ത നല്ലൊരു വീട്, 30 സെൻറ്റ് സ്ഥലമുണ്ട്, ചുറ്റുമതിലുണ്ട്, വഴിയുണ്ട്, ചുറ്റുഭാഗം പാടം. അപ്പോൾ അത് കൃഷി ചെയ്യാൻ വേണ്ടി ട്രാക്ടറൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ചുറ്റുഭാഗം ഏകദേശം 50 ഏക്കർ സ്ഥലം എടുത്തിട്ട് ഒരാൾ പാട്ടത്തിനെടുത്തിട്ട് കൃഷി ചെയ്യണം. അയാളെ ഞാൻ കണ്ട് പരിചയപ്പെട്ടു. ശ്രമിക്കും എല്ലാത്തിനും, അതുകൊണ്ട് തന്നെ നടക്കുകയും ചെയ്യും. എന്താണെങ്കിലും ഇത് ഒരു സ്വപ്നത്തിൻ്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടതാണ്. റബ്ബ് തൗഫീക്ക് ചെയ്താലും യാഥാർത്ഥ്യത്തിലേക്ക് എത്തും. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ കാണിച്ച സ്ഥലത്തിന് റബ്ബ് തൗഫീക്ക് ചെയ്ത് നമ്മളെ കയ്യിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടേതായ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാം. ജീവികളും എൻ്റെ കയ്യിലുള്ളത് ക്ഷേമത്തിലാവും. എൻ്റെ ഉമ്മ മരിച്ചു, നാളെ ഞാൻ മരിക്കും, നാളല്ല ചിലപ്പോൾ ഇന്ന് തന്നെ മരിക്കും. അപ്പോൾ പിന്നെ ജീവികൾ വഴിയാതാരാൻ പാടുണ്ടോ? അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ ജീവികൾ മരണം വരെ വേറെ ഒന്നിനെ കൊണ്ടുവന്നിട്ടും വേറെ സൗകര്യങ്ങളൊന്നും ഉണ്ടാക്കിയാലും ഉള്ളൊരു ക്ഷേമത്തോടെ നമ്മൾ ഏറ്റെടുത്ത കാര്യങ്ങൾ സമാധാനമായിട്ട് മരിച്ചു പോകും. ഇവരെ ഇത്ര കാലം നോക്കിയാലോ, ഇത്ര കാലം വരെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ചാലോ, എൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രമല്ലല്ലോ ഓടി വന്നുള്ള സമാധാനത്തോടെ ഞാൻ മരിക്കുന്നത്. ആ ഒരു സന്തോഷത്തോടെയും സമാധാനത്തോടെയും കോൺഫിഡൻസോടെയും എപ്പോഴും നടക്കുന്നത്. അല്ലെന്നില്ല, അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എപ്പോഴും മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, ആരോഗ്യത്തോടെ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് സൗകര്യങ്ങൾ, ജീവികളുടെ പിന്നാലെ സ്വന്തം കാര്യങ്ങൾ നോക്കാണ്ട് നടക്കുന്നുണ്ട്. എൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ച ഏറ്റെടുത്ത് ഭംഗിയായിട്ട് നടത്തിരുന്നുണ്ട്. അൽഹംദുലില്ലാഹ് എന്ന് പറയും. ഇൻഷാ അല്ലാഹ് നല്ല പോലെ ആകുമെങ്കിൽ നല്ല പോലെ ആയതും നിങ്ങളെ അറിയിക്കും ഞാൻ. ഇതിന് വരുന്ന മാറ്റങ്ങളും നിങ്ങളെ അറിയിക്കും ഞാൻ, എല്ലാം നിങ്ങളെ അറിയിക്കും. ഓക്കെ, അപ്പോൾ ശരി, നമസ്കാരം.